എന്നോട് പറഞ്ഞു ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ് ആരോഗ്യത്തോടു കൂടി ആയുസ് നിശ്ചയിക്കുന്നവൻ ദൈവമാണ്, അള്ളാഹുവാണ്. ഒന്ന് ഇസ്സത്തോടു കൂടിയ ജീവിതം. ഇസ്സത്തില്ലാത്ത ജീവിതം നമുക്ക് പറ്റില്ല. ഇസ്സത്തോടു കൂടിയ ജീവിതം. ഈമാനോട് കൂടിയ മരണം. മരിക്കുമ്പോൾ ദൈവത്തെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മരിക്കുക. നമ്മളെല്ലാവരും പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. തീർച്ചയായിട്ടും. സ്വർഗാരോഹണം, സ്വർഗത്തിനെ സംബന്ധിച്ച് എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. മരണശേഷം സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും. അപ്പോൾ അതാണ് ഖൈറായ ആഖിറം എന്ന് വെച്ചാൽ സ്വർഗം നമ്മൾക്ക് തരണം, നമ്മുടെ മാതാപിതാക്കൾക്ക്. ഇത് വാങ്ങുന്നതിലാണോ അത് ആളുകൾ? ഞാൻ ഇന്ന് ഡോക്ടർ എം.എ. യൂസുഫ് അലി ഇതുവരെ ആരും കാണാതെ പോയ, മാസങ്ങൾക്ക് മുമ്പ് ചെയ്തു പോയ ഒരു വലിയ നല്ല പ്രവർത്തനം, ഒരുപാട് ആളുകൾക്ക് മാതൃകയാവേണ്ട കുറച്ച് പ്രവർത്തനങ്ങളും അദ്ദേഹം അതിലൂടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ബിസിനസ്സിലൊക്കെ ഉപരി അദ്ദേഹം ലക്ഷ്യമിടുന്ന മോറൽ തിങ്സും അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഇന്ന് പലതരത്തിലുള്ള ബിസിനസ്സുകാർ ലോകത്തുണ്ട്. അവരുടെ മനസ്സൊക്കെ വളരെ വ്യത്യസ്തമായ മനസ്സാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ യൂസുഫ് അലിയെ വളരെ വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നേരിട്ടറിയാൻ കഴിഞ്ഞു. കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും അദ്ദേഹം ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ആവുന്ന സമയത്ത് പോലും അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ എത്തിയതിൻ്റെ ശേഷവും അദ്ദേഹം ചെയ്യുന്നത് നന്മകൾ എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആവുന്ന, ഇന്ന് ഇന്ത്യയിൽ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്മാൻമാർ പോലും ഇന്ത്യയിലുണ്ട്. പക്ഷേ അവരൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിക്കൊണ്ടാണ് അദ്ദേഹം സാധാരണ ജനങ്ങളേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് അദ്ദേഹം പല കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം സജീവമാണ്. ഈ ഒരു നന്മയ്ക്കൊക്കെ പിറകിൽ അദ്ദേഹത്തിന് നൽകുന്ന ഒരു വലിയ ആനുകൂല്യം, ഈ ജനങ്ങളൊക്കെ നൽകുന്ന ഒരു വലിയ സ്വീകാര്യത തന്നെയാണ് ആവണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ വളർച്ചയിലും ഒക്കെയുള്ള ഉയർച്ച. പലപ്പോഴും അദ്ദേഹത്തെ പലരും തളർത്താൻ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈടായിട്ട് ഞാൻ കണ്ട ആ ഒരു വീഡിയോസ് അതൊരു ഭയങ്കര, ഞാൻ ഒരുപാട് ഇൻ്റർനെറ്റിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂസുഫ് അലിയെക്കുറിച്ച് ഇത്തരത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളൊന്നും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അതെനിക്ക് ഒരുപാട് മനസ്സിന് ഒരുപാട് സംതൃപ്തി നൽകി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടലുകൾ. കാരണം ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യന് പറയാണ്, എൻ്റെ അച്ഛന് മരിച്ചിട്ടുണ്ട് സൗദിയിൽ, അവിടുന്ന് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് സാധാരണ പല പ്രോഗ്രാംസുകളിലും യൂസുഫ് അലി സാധാരണ അങ്ങനെ അഭ്യർത്ഥിക്കാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ യൂസുഫ് അലിയെ മനഃപൂർവ്വം പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യരത് വേറെയുമുണ്ട്. ഏതായാലും ആ ക്ലിപ്പൊന്ന് നമ്മൾ കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. സാർ, എൻ്റെ പേര് എബിൻ എന്നാണ്. ഞാൻ വരുന്നത് നെടുമങ്ങാട്, ട്രിവാൻഡ്രം ജില്ലയാണ്. അപ്പോൾ ഒരു 5-6 ദിവസം മുമ്പ് ഇതുപോലെ എൻ്റെ പപ്പയുടെ കൂട്ടുകാരൻ വിളിച്ചായിരുന്നു. അച്ഛൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്, സൗദി കമീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ 3ാമത്തെ നിലയിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാതുകൊണ്ട് ഒരു പരാതി കൊടുത്തായിരുന്നു. ഇവിടെ നോർക്കയിൽ തന്നെ അപേക്ഷ കൊടുത്തായിരുന്നു. ഞാൻ തന്നെയാണ് പോയി എഴുതി കൊടുത്തത്. അപ്പോൾ അവിടെ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്നെ മിനിങ്ങാന്ന് ഇതുപോലെ എംബസിന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇതുപോലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞായിരുന്നു, ബോഡി അവിടെ ഏറ്റുവാങ്ങാൻ ആരും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് ചിലവൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കും അവിടെ വലുതായിട്ട് ആരും അറിയില്ല അച്ഛൻ്റെ കൂടെ. അപ്പോൾ അച്ഛൻ്റെ കബീലിനെ ഞങ്ങൾ വിളിച്ചായിരുന്നു. ഇത്തിരി പുള്ളിക്കാരൻ നമ്പർ കിട്ടി. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടനെ വിട്ട് അറബി സംസാരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ ആ ചേട്ടനെ കൊണ്ട് അറബി സംസാരിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പേ ഇതുപോലെ അക്കാമയൊക്കെ തീർന്ന് അങ്ങനെ ഉറൂബ ചെയ്ത് വിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോഡി അവിടെ ഏറ്റുവാങ്ങാനായിട്ട് അവിടെ ആരുമില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ കണ്ടിട്ട് ഇപ്പോൾ 3-3.5 വർഷമായി ഞങ്ങൾ അയ്യമ്മൊഴി വിളിക്കണ അല്ലാണ്ട് കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ
അതിനുവേണ്ടിയുള്ള അച്ഛനെ ശരി. കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഖമീസ് മുഷിയത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ബിൽഡിങ്ങിൽ നിന്ന് വീണ് നിങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടു. ബോഡി ഇപ്പോൾ അവിടെ മോർച്ചറിയിൽ ഹോസ്പിറ്റലുണ്ട് അല്ലേ? എന്നിട്ട് ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ ബോഡി ഏറ്റുവാങ്ങി നാട്ടിലേക്ക് നിങ്ങൾക്ക് കിട്ടണം. അതല്ലേ ഇഷ്യൂ ഉള്ളൂ? അത് ഞാൻ ചെയ്യിപ്പിച്ചു തരാം കേട്ടോ. സർ എൻ്റെ PA ഷാഹിദുണ്ട്. ആ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഉടനെ തന്നെ അത് ചെയ്യിപ്പിച്ചു തരാം കേട്ടോ. സർ പ്രഭാസ്, എൻ്റെ പേര് വെളിയ മോഹനൻ. ഒരു മിനിറ്റ്, അതിലും സീരിയസ് ഇഷ്യൂ ആണ്. സ്വന്തം അച്ഛൻ മരണപ്പെട്ട് ഡെഡ് ബോഡി കിട്ടാതിരിക്കുന്നതാണ്. തിരക്ക് കൂട്ടല്. ഇപ്പം തന്നെ വിളിച്ച് ഷാഹിദ്, ഇപ്പം തന്നെ ഡയറക്ടർ സൗദി അറേബ്യ വിളിക്കുക. ഫോൺ കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞു. ഇത് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. കാരണം ഈ ഒരു കാര്യം അദ്ദേഹം ഏറ്റെടുത്ത സമയത്ത് അത്രയും പ്രാധാന്യമുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ അതിനിടക്ക് ഒരാൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടെ, മറ്റൊരു ആൾ അതേ സമയം സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഇന്നൊരു കാര്യം ചെയ്തു തരുമോ എന്ന്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആ കാര്യം ചെയ്തു തരാം, പക്ഷേ അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സെയിം സമയത്ത് തന്നെ അദ്ദേഹം ഫോൺ വിളിക്കുകയാണ് സൗദിയിലേക്ക്. ആ ഒരു മനുഷ്യന് മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ പല ജീവകാരുണ്യ പ്രവർത്തകരും അറിഞ്ഞിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ സൗദിയിലൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാവും. സത്യം പറഞ്ഞാൽ MA യൂസുഫ് അലി സത്യം പറഞ്ഞാൽ നമ്മളെ കേരളത്തിന് അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു വലിയ അസറ്റ് തന്നെയാണ്. പല രാജ്യങ്ങളിലും അദ്ദേഹത്തിന് വലിയൊരു ബിസിനസ് ശൃംഖല ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ വ്യാവസായിക ബിസിനസ് പരമായ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം പങ്കുവഹിക്കുന്നത് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിലാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളും ജീവിതത്തിൽ പല ആളുകൾക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരവ് പോലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ അടുത്തിടായിട്ട് അബ്ദുറഹീമിൻ്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം. പക്ഷേ അദ്ദേഹം അവസാന ഘട്ടത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വളരെ ബഹുമാനമർഹിക്കുന്ന ഇടപെടലുകളായിരുന്നു അദ്ദേഹം നടത്തിയത്. അതിനുശേഷം ഞാൻ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള മറ്റൊരു ക്ലിപ്പ് കൂടെ കാണാനിടയായി. അതെന്നെ വീണ്ടും ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിൻ്റെയും ക്വാളിറ്റിയിലൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചു. ഏതായാലും അതുകൂടെ നമ്മൾ കണ്ടു. ഇനി എൻ്റെ കയ്യിലുണ്ട്. മൂപ്പരേലും ഫോണുണ്ട്. ചെറിയ ഫോണാണ് സാർ. താങ്ക് യു സാർ. എനിക്ക് സാറിനൊരു വലിയൊരു ഹെൽപ്പുമാണ്. എന്താ വേണ്ടത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു സങ്കടം പറയാൻ എനിക്ക് ജോലിയില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് ജോലി കിട്ടിയിട്ട് എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യണം. എന്ത് ജോലി ചെയ്യാൻ പറ്റും? കരയണ്ട. എന്താ ജോലി ചെയ്യാൻ പറ്റുക? എന്ത് ജോലിയും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് സാർ. കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയാം കേട്ടാ. രജിത്ത്, പുള്ളിക്ക് ഇവിടെ ഒരു ജോലി കൊടുക്കണം. പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്നോ ജോലി കൊടുത്താൽ മതി. പുള്ളിക്ക് കംഫർട്ടായിട്ടുള്ള ജോലി കൊടുക്കും. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ പുള്ളി ഇവിടെ ജോലിക്ക് ഉണ്ടാവണം. പോരെ? താങ്ക് യു സാർ. വളരെ വേഗത്തിലുള്ള ഇടപെടലുകളാണ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത. പലപ്പോഴും പല കാര്യങ്ങളും പലരും ഓഡിയൻസിൽ നിന്ന് വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു വ്യക്തി വളരെ ജെന്യൂനാണ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ PM-മാരോടോ ആരെങ്കിലോടോ പറഞ്ഞിട്ട് അതൊരു തീരുമാനം ഉണ്ടാക്കാൻ നോക്കും. അതാണ് യൂസുഫ് അലിയെ വളരെ വ്യത്യസ്തമായി നിർത്തുന്നത്. യൂസുഫ് അലിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പലപ്പോഴും
ചിലർ പറയാറുണ്ട് യൂസുഫ് അലി നമ്മളെ സഹായിക്കുകയോ ഇല്ലേ, പക്ഷേ യൂസുഫ് അലിക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി, പക്ഷേ ഞാനിവിടെ യൂസുഫ് അലിനെ വെള്ളപൂശുന്നതിനോ അത്തരത്തിൽ കാര്യങ്ങളല്ല, നമ്മൾ യൂസുഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഈ സൊസൈറ്റി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല ബിസിനസ്സുകാരിൽ നിന്നും നമ്മൾ പലതും പഠിക്കാനുണ്ട്. ചില ബിസിനസ്സുകാർ വെറും ബിസിനസ് മെൻറ്റാലിറ്റി മാത്രം ഉണ്ടാവുള്ളൂ. പണ്ട് ടാറ്റ പറഞ്ഞ ഒരു വാക്യമുണ്ട്, എപ്പോഴും ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ എപ്പോഴും രാജ്യത്തിനും അല്ലെങ്കിൽ നാടിനും ജനങ്ങൾക്കും ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം ചില ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങേണ്ടതെന്ന്. തീർച്ചയായിട്ടും സത്യമാണ്. ടാറ്റയുടെ ബിസിനസ് സംരംഭ വളർച്ചയിൽ ടാറ്റ ഒരു യാത്ര ചെയ്തിരിക്കെ പെട്ടെന്നൊരു ഒരു 5-4 ആളുകൾ ഒന്നിച്ചൊരു ബൈക്കിൽ പോകുന്ന കഷ്ടത കണ്ടത് കൊണ്ടാണ് ടാറ്റ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ടാറ്റ ഇത്തരത്തിലൊരു ബിസിനസ്സിലൂടെ ഏറ്റവും ചുരുങ്ങിയ ചിലവിലൊരു കാറ് കൊടുക്കണം എന്നുള്ള ഇതിലേക്ക് ടാറ്റ കൊണ്ടെത്തുകയായിരുന്നു. ഇതേപോലെ വലിയ വലിയ ബിസിനസ്സുകാർ, പല ബിസിനസ്സുകാരും അവർ പല നന്മകളും ഒക്കെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഒരു കാര്യം പറയാനുണ്ടാവും സത്യസന്ധമായിട്ടും. അതുപോലെ അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടും, അത്തരത്തിൽ പല വിധത്തിലും 2 വിധത്തിലും സംസാരിക്കുന്ന ആളുകൾ നിലവിലുണ്ടാവും. അതിനെ പോസിറ്റീവായിട്ട് കാണുന്നവരും നെഗറ്റീവായിട്ട് കാണുന്നവരും ഒരുപാടുണ്ടാവും. പക്ഷേ പലപ്പോഴും ചിലർ പറയാറുണ്ട്, എന്താ യൂസുഫ് അലിക്ക് അത്ര പൈസ കൊടുത്തൂടെ, ഇത്ര പൈസ കൊടുത്തൂടെ, അദ്ദേഹത്തിന് അത്ര ഇല്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പല വളർച്ചയിലും അദ്ദേഹത്തെ ഉയർത്തി നിർത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഇത്തരത്തിലുള്ള ക്വാളിറ്റിയാണ്. പലപ്പോഴും വലിയൊരു ബിസിനസ്സുകാരനായി കഴിഞ്ഞാൽ അവർ പല ഇന്നത്തെ ഇന്ത്യയിലെ മിക്ക ബിസിനസ്സുകാരും സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്നെന്നില്ല. പക്ഷേ യൂസുഫ് അലിയെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാക്കി മാറ്റുമ്പോൾ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും അദ്ദേഹത്തിൻ്റെ മോറൽ തിങ്കിങ്ങിനോട് കൂടുതൽ അടുത്ത നിലപാടുകളിലൂടെയായിരുന്നു അദ്ദേഹം ചിന്തിക്കുന്ന ഓരോ ചിന്തകളും. അദ്ദേഹം അതിനെക്കുറിച്ച് അതിനൊക്കെ ശേഷം മാസങ്ങൾക്ക് മുമ്പ്, ഇതെല്ലാം ഞാൻ മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്, പക്ഷേ സൊസൈറ്റിക്ക് ഒരു ബിസിനസ് മാനിൽ നിന്നും എന്ത് പഠിക്കാം, ഏത് തരം ബിസിനസ്സുകാരിൽ നിന്നൊക്കെ നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് എന്നുള്ള ഒരു അറിവ് കൂടെയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഏതായാലും ആ ഇബാദുർ റഹ്മാനുമായിട്ടുള്ള ഒരു ചെറിയ ഇൻ്റർവ്യൂയുടെ ഒരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നു, അതൊന്നും നമുക്ക് കാണാം. ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ്, ആയിരത്തോടുകൂടി ആയുസ് നിശ്ചയിക്കുന്നവൻ ദൈവമാണ്, അള്ളാഹുവാണ്. ഒന്ന് ഇസ്സത്തോടു കൂടിയ ജീവിതം. ഇസ്സത്തില്ലാത്ത ജീവിതം നമുക്ക് പറ്റില്ല. ഇസ്സത്തോടു കൂടിയ ജീവിതം. ഈമാനോട് കൂടിയ മരണം. മരിക്കുമ്പോൾ ദൈവത്തെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മരിക്കുക. നമ്മളെല്ലാവരും പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. തീർച്ചയായിട്ടും. സ്വർഗാരോഹണം, സ്വർഗത്തിനെ സംബന്ധിച്ച് എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. മരണശേഷം സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും. അപ്പോൾ അതാണ് ഖൈറായ ആഖിറം എന്ന് വെച്ചാൽ സ്വർഗം നമ്മൾക്ക് തരണം, നമ്മുടെ മാതാപിതാക്കൾക്ക്. ഇത് വാങ്ങുന്നതിലാണോ അത് ആളുകൾക്ക് കൊടുക്കുന്നതിലാണോ തൃപ്തി? വാങ്ങിയാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എങ്കിലും ഒരുപാട് ആൾക്കാർക്ക് സഹായിക്കില്ല, വാങ്ങിയാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാങ്ങുമ്പോഴും തൃപ്തിയുണ്ട്, കൊടുക്കുമ്പോഴും തൃപ്തിയുണ്ട്. അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ സ്വന്തം കയ്യിൽ വെക്കുന്നതിലും തൃപ്തിയുണ്ട്, വേറുള്ളവർക്ക് കൊടുക്കുന്നതിലും തൃപ്തി. എൻ്റെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് വെച്ചാണ്, യൂസഫ് ഭായി ആളുകൾക്ക് ഈ കൊടുക്കും തോറും അദ്ദേഹത്തിന് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ? ഞാൻ ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ യൂസഫ് ഭായിയുടെ കൊടുക്കാൻ ചോദിച്ചു. ലോകത്തിലെ ആരും പാവപ്പെട്ടവർക്കും ആവശ്യർക്കും സഹായം ചെയ്തിട്ട് ദരിദ്രരായിട്ടില്ല. ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഫിലോസഫി. കൊടുക്കും തോറും വളരും. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം വെള്ളം ഒരു പോണ്ട്, ആ വെള്ളം ഇളകിയിട്ടില്ലെങ്കിൽ ആ വെള്ളം മോശമായിട്ട്. അതാണ് കടൽ. കടലിൽ വെള്ളം ഇങ്ങനെയുണ്ട്, അതേ സ്ഥാനത്ത് അത് തിരയില്ലെങ്കിൽ ആ വെള്ളം ഇങ്ങനെ പ്യൂരിഫൈ ആണ്. നെഗറ്റീവിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല. നെഗറ്റീവ് പറയേണ്ടവർ പറയും, നമ്മളത് പോസിറ്റീവ് കൊടുക്കുക. നെഗറ്റീവിൽ വിഷമിക്കാതിരിക്കുക. അദ്ദേഹം പല ഇമോഷനെയും, നമ്മൾ സാധാരണ മാർക്കറ്റിങ്ങിലൊരു രീതിയുണ്ട്, ഇമോഷണൽ മാർക്കറ്റിംഗ്. ആളുകളിൽ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഉൽപ്പന്നം വിൽക്കുക. പക്ഷേ യൂസുഫ് അലി യഥാർത്ഥത്തിൽ
ലുലു എന്ന ഉൽപ്പന്നത്തെ അദ്ദേഹം ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വിൽക്കപ്പെടുന്നു എന്നായിരിക്കും നമ്മളെ തോന്നൽ. പക്ഷേ സത്യസന്ധമായിട്ട് അദ്ദേഹം ഈ പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മോറൽ തിങ്കിങ്ങുമായി, അദ്ദേഹത്തിൻ്റെ ദൈവത്തോടുള്ള അടുപ്പവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ട്. കാരണം അദ്ദേഹം മോറലി ഒരുപാട് അടുത്തുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പല സംസാരങ്ങളും പലപ്പോഴും ഒരിക്കലും അദ്ദേഹം ഒരു വലിയ കോടീശ്വരനാണ്, ഞാൻ എന്തൊക്കെ ആണ് എന്നുള്ള തോന്നൽ ഒരിക്കലും തോന്നുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും അത് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സാങ്കല്പികം മാത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യൂസുഫ് അലി എന്ന് പറയുന്ന ഈ ഒരു വലിയ വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരുപാട് വലിയ വലിയ എൻ്റർപ്രണേഴ്സും ബിസിനസ്സുകാരൊക്കെ നമ്മളെ രാജ്യത്ത് വളർന്നു വരുന്ന സമയത്ത് സൊസൈറ്റിക്ക് അവരുടെ ഇതിലൂടെ എങ്ങനെ സൊസൈറ്റിക്ക് ഗുണം ചെയ്യാമെന്നും എങ്ങനെ മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ള ഈ ഒരു അവസ്ഥ പലപ്പോഴും എൻ്റെ ശക്തിയല്ല എന്നും അദ്ദേഹം കഴിഞ്ഞ കൊറോണ സമയത്തൊക്കെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ പല കമ്പനികളും കുറഞ്ഞ പൈസ മാത്രം അല്ലെങ്കിൽ സാലറി പോലും കൊടുക്കാത്ത സമയത്ത് അദ്ദേഹം കാണിച്ചൊരു നിലപാടുണ്ടായിരുന്നു. പലരും പണം പോലും കൊടുക്കാത്ത സമയത്ത് അദ്ദേഹം ഒരു ചില്ലി പൈസ പോലും ആ ബിസിനസ് നടക്കാത്ത സമയത്ത് കൊടുക്കാതിരുന്നിട്ടില്ല. എല്ലാവരുടെയും പൈസ അദ്ദേഹം കൊടുത്തു. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാക്കുകൾ വളരെ പ്രശസ്തമായിരുന്നു. കാരണം ഇന്നത്തെ എൻ്റെ ഈ സാഹചര്യത്തിൽ എന്നെ വളർത്തിയിട്ടുണ്ട് എങ്കിൽ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ ഇത്രയൊക്കെ എടുത്തിയത് ഈ കാണുന്ന സ്റ്റാഫാണെന്ന്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഇന്നും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഉയർന്ന ചിന്താഗതിയും ഇന്നത്തെ ചിന്താഗതിയിലുള്ള ബിസിനസ്മാൻമാരായി മാറുന്ന സമയത്ത് ചിന്തിക്കേണ്ടതിൻ്റെ സാഹചര്യവും ഏതെല്ലാം വിധത്തിൽ എങ്ങനെയൊക്കെ സമൂഹത്തിന് ഗുണം ചെയ്യുക എന്നുള്ള ഒരു വലിയ പാഠം കൂടിയാണ് യൂസുഫ് അലി. ഞാനിങ്ങനെ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കും, ഞാൻ മുന്നേ യൂസുഫ് അലിയെക്കുറിച്ച് കാരണം നല്ല വ്യക്തികളെ നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യണം. അതാണ് ജീവിതത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും നമ്മെ കൂടെ ഉയർത്തുന്നത്. കാരണം ഇത്തരം മെസ്സേജുകൾ സൊസൈറ്റിയിൽ മറച്ചു വെക്കേണ്ടതല്ല. അദ്ദേഹം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഒരു സംരംഭം നടത്തുമ്പോൾ എത്ര തന്നെ ആളുകൾക്ക് അത് വരുമാനമുണ്ടാക്കാനും നമ്മുടെ രാജ്യത്തിലേക്ക് ഒരു വലിയ ടാക്സും, അദ്ദേഹം പല രാജ്യങ്ങളിലും ബിസിനസ് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് അദ്ദേഹത്തെ ഉയർത്തിയത്. എന്നൊരു പക്ഷേ കമൻറ്റ് ചെയ്യാനും എൻ്റെ നെഗറ്റീവ് പറയാനും ഇതിൻ്റെ പേരിൽ എനിക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കാനും ഒരുപാട് പേരുണ്ടാവും. യഥാർത്ഥത്തിൽ ഞാൻ അത്തരം ഒരു കാര്യത്തെക്കുറിച്ചോ അത് എനിക്ക് കിട്ടിയതിൻ്റെ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് എങ്ങനെ സമൂഹത്തിനും സൊസൈറ്റിക്കും ഒരു ബിസിനസ്മാൻ മാതൃകയാകാൻ പറ്റും എന്നുള്ള ഒരു മാതൃക പുരുഷനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ നമുക്കും ഇതുപോലെയൊക്കെ വളർന്നു വരുന്ന ബിസിനസ്സുകാരും ഇത്തരം കാര്യങ്ങളിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ലോകത്തും രാജ്യത്തൊക്കെ പല പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ്. അദ്ദേഹം ചെയ്ത പല പ്രവർത്തനങ്ങളും ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അതിലെ കുറച്ച് ആരും കാണാതെ പോയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.